തക്കാളി വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ്. 2 ചെറുതും ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തക്കാളി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. കുറച്ച് വെളുത്തുള്ളി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 13 അല്ലി വെളുത്തുള്ളി ഉണ്ട്. വളരെ ചെറിയ വെളുത്തുള്ളിയാണ്. ഇനി നിങ്ങൾ എടുക്കുന്നത് കുറച്ച് വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം വരെയൊക്കെ മതിയാവും. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കുക. ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോവേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നാടൻ റെസിപ്പികൾ എപ്പോഴും മൺചട്ടിയിൽ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ കേട്ടോ. അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് കഷ്ണങ്ങളാക്കിയത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി കഷ്ണങ്ങളാക്കിയത് കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് സമയം വരെ തക്കാളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് 2ആയിട്ട് കീറിയത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് സമയം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി ഒന്ന് മൂത്തിട്ട് വരണം. അതിനായിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചിട്ട് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ കടുപ്പം നോക്കിയിട്ട് ഇതിലേക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ തക്കാളി അല്ലേ, അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും.
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് സമയം എടുത്തിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് സമയം വരെ ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില തണ്ടോട് കൂടെ തന്നെ ഒക്കെ ഇട്ട് കൊടുത്തോളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് വീണ്ടും അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ രസപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ലാതെ അടിപൊളി തക്കാളി രസം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ രസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കൂ. അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക.